അറേബ്യൻ കടലിൻ്റെ നടുവിൽ മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ തിക്കും തിരക്കും ചലനവും വിട്ട് കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെയായി ഒരൊറ്റ ദ്വീപ്, കാലത്തിൻ്റെയും കല്ലിൻ്റെയും സംഗമം പോലെ നിലകൊള്ളുന്ന ഘ്രാപുരി, അതായത് ഇന്ന് നമ്മൾ എലിഫൻ്റ് ഐലൻഡ് എന്ന് വിളിക്കുന്ന സ്ഥലം. നീണ്ട 10 കിലോമീറ്റർ അറബിക്കടലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് ഞാൻ എത്തിയത് ആയിരങ്ങളായ വർഷങ്ങളുടെ ചരിത്രവും ഭക്തിയും കലയും സംസ്കാരവും എല്ലാം ഒത്തുചേരുന്ന ആ അദ്ഭുത ലോകത്തേക്കായിരുന്നു. ഘ്രാപുരി അഥവാ എലിഫൻ്റ കേവ് ഐലൻഡ്. ഇന്നത്തെ എലിഫൻ്റ എന്ന പേര് ദ്വീപിന് ലഭിച്ചതിൻ്റെ കാരണം ബ്രിട്ടീഷ് കോളനി അധിനിവേശമാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപിലൂടെ സഞ്ചരിക്കുമ്പോൾ ആനയെ പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം വലിയ പാറക്കെട്ടുകൾ കാണാനിടയായി. അവരാണ് അന്ന് ഈ ദ്വീപിനെ എലിഫൻ്റ എന്ന് വിളിച്ചത്. എന്നാൽ ഈ ദ്വീപിൻ്റെ പഴയ പേര് ഘ്രാപുരി എന്നാണ്. ഘ്രാപുരി അഥവാ ഗുഹകളുടെ നഗരം. അക്ഷരാർത്ഥത്തിൽ അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന മഹത്തായ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ സാക്ഷ്യം. എലിഫൻ്റയുടെ ചരിത്രം ഹിന്ദുമതത്തിൽ നിന്നും മാത്രം തുടങ്ങുന്നതല്ല. ദ്വീപിൽ കണ്ടെത്തിയ പുരാവസ്തു തെളിവുകൾ പ്രകാരം ബുദ്ധസന്യാസികളുടെ സാന്നിധ്യം കുറഞ്ഞത് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെ നിന്നും ഒരു പഴയ ബുദ്ധസ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ദ്വീപ് ഇന്ത്യയുടെ മതചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളെയും ഏറ്റുവാങ്ങിയ ഭൂമിയാണെന്ന് നിസ്സംശയം നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളുടെയും തൂണുകളുടെയും അകമ്പടിയോടെ പേരുകളില്ലാത്ത ഒരു കൂട്ടം കലാകാരന്മാരുടെ ശില്പചാരുതകൾ. വലിയ പാറയെ തുരന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അതിന് താങ്ങായി കൊത്തി നിർത്തിയ ഭീമാകാരമായ തൂണുകളിൽ അതിസൂക്ഷ്മമായി കൊത്തിയൊരുക്കിയ കലാസൃഷ്ടികൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഗുഹയുടെ അകത്തളങ്ങളിൽ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ രൂപപ്പെടുന്ന നിഴലുകളും അകത്തെ കുളിർമയും നമ്മെ അറിയാതെ ചരിത്രത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ശിവന്റെ 3 മുഖങ്ങൾ. ത്രിമൂർത്തി സദാശിവ എന്നറിയപ്പെടുന്ന 7 മീറ്റർ ഉയരമുള്ള ശില്പമാണ് ഈ കലാവിരുതുകളുടെ ഹൃദയം. സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ, 3 ഭാവങ്ങളടങ്ങുന്ന ശിവരൂപം ഒരു ചരിത്രാന്വേഷകനായ എന്നെ ശരിക്കും വിസ്മയപ്പെടുത്തി. ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ചക്രവും ഇവിടെ ഒരു കല്ലിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഗുഹയുടെ മതിലുകളിൽ ശിവപുരാണത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ ഓരോന്നോരോന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. അർദ്ധനാരീശ്വര രൂപവും ഗംഗാധരനായ ശിവനും സൃഷ്ടിനാശ പരിവർത്തനത്തിൻ്റെ നൃത്തരൂപമായ നടരാജനും അസുരനാശത്തിൻ്റെ ശക്തിരൂപമായ അന്ധകാസുര വധവുമെല്ലാം അതിമനോഹരമായി കൊത്തിവച്ചിരിക്കുന്നു. ശരിക്കും ഓരോ ശില്പവും കാഴ്ചക്കാരോട് ഒരു കഥ, ഒരു വികാരം അല്ലെങ്കിൽ ഒരു തത്വം എന്നിവ വിശദീകരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മഹത്തായ ശൈവ ഗുഹകൾ 5-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ രൂപം കൊണ്ടതാണെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. എന്നാൽ ഇവിടെ ചിലർ ഇതിന് കുളച്ചുറൈ വംശത്തിൻ്റെ കാലത്തോ അല്ലെങ്കിൽ രാഷ്ട്രകൂട ഭരണകാലത്തോ നിർമ്മിച്ചതാകാം എന്നും പറയുന്നു. എന്തായാലും ഇവ വെറും കല്ലിൽ കൊത്തിയെടുത്തതല്ല. ഇവ കലയുടെയും ദൈവസങ്കല്പത്തിൻ്റെയും പരമപ്രസാദ രൂപം ഉൾക്കൊണ്ട ഒരു കാലത്തിൻ്റെ പ്രതാപം പേറുന്നവയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ദ്വീപിൽ കയറിക്കൂടിയപ്പോൾ ഇവിടുത്തെ കലാമൂല്യം അവർക്ക് മനസ്സിലായില്ല. ചരിത്രരേഖകൾ പ്രകാരം ചില ശില്പങ്ങൾ ലക്ഷ്യമിട്ട് വെടിവെച്ചതായും ചില ഒറിജിനൽ ഭാഗങ്ങൾ തകർത്തതായും തെളിവുകളുണ്ട്. ഭാരതീയ ശില്പകലയുടെ മകുടമാണെന്ന് കരുതപ്പെടുന്ന ഈ ഗുഹകൾ അവധി വീണ ഒരു ക്ഷേത്രം പോലെ 100 കണക്കിന് വർഷങ്ങൾ അവഗണനയിലായിരുന്നു. ആയിരത്തി 1900 ആണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗവേഷകർ വീണ്ടും എലിഫൻ്റയെ കണ്ടെത്തി. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആധികാരികമായി സംരക്ഷണം ആരംഭിച്ചു. 1987 എലിഫൻ്റ കേവ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ വിസ്മൃതിയും നാശനഷ്ടത്തിലും മറഞ്ഞുപോയ ഈ കലാഭവനം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും ഉയർന്നു വന്നു. ഇന്ന് എലിഫൻ്റ കേവ് മഹത്തായ ഒരു പഠനകേന്ദ്രം മാത്രമല്ല, ഇത് ഇന്ത്യൻ ശില്പകലയുടെ മക്കയാണ്. ഹിന്ദു ദിവ്യതയും ഭാരതീയ കലാസമ്പത്തും ചേർന്ന ഒരു മൗനകാവ്യം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. ഒരു കാലത്ത് മഹാരാജാക്കന്മാരുടെ ദിവ്യ കാഴ്ചകളായിരുന്ന ശില്പങ്ങൾക്ക് മുൻപിൽ നിശബ്ദമായി നിൽക്കാൻ. കാലം കടന്നുപോയിട്ടും നശിച്ചിട്ടും
മറഞ്ഞു പോയിട്ടും എലിഫൻ്റ കേവ് ഇന്നും നമ്മളോടൊരു കാര്യം പറയുന്നു. കല്ലിൽ വെട്ടിയ കല മാത്രമല്ല, മനുഷ്യൻ്റെ ആത്മീയതയും ചിന്തയും കല്ലിൽ നിർമ്മിക്കാവുന്നതാണെന്ന്. കലയും ചരിത്രവും യാത്രയും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കായി സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം.